ദ്രൗപദി മുർമു ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലേക്കെത്തുന്ന ആദ്യത്തെ നാമമാണിത്. ദ്രൗപദി മുർമു ഇത്തരത്തിൽ മാത്രമല്ല വ്യത്യസ്തയാകുന്നത്. ജീവിത പ്രതിസന്ധികളിൽ പോരാടിത്തെളിഞ്ഞ ലക്ഷ്യബോധവും നേതൃപാടവവുമാണ് മുർമുവിനെ മാതൃകാ വ്യക്തിത്വമാക്കി മാറ്റുന്നത്. ഏതാനും വർഷങ്ങളുടെ ഇടവേളകളിലാണ് ദ്രൗപദിക്ക് തൻ്റെ ഭർത്താവിനെയും 2 മക്കളെയും മാതാവിനെയും പിതാവിനെയും നഷ്ടമായത്. തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമാണെങ്കിലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയും അവർ മറികടന്നത് യോഗയിലൂടെയും ധ്യാനത്തിലൂടെയുമാണ്. അധ്യാപികയായും ഇറിഗേഷൻ വകുപ്പ് മേധാവിയായും സർവീസ് അനുഷ്ഠിച്ച മുർമു പിന്നീട് ജാർഖണ്ഡ് ഗവർണറായിട്ടുമുണ്ട്. 1958 ജൂൺ 20 സാന്താൽ കുടുംബത്തിലായിരുന്നു ദ്രൗപദിയുടെ ജനനം. സാന്താലി, ഒഡിയ ഭാഷകളിൽ ജ്ഞാനം നേടിയ മുർമു നല്ല പ്രാസംഗികയായിരുന്നു. ലളിതമായ ജീവിതചര്യകളെങ്കിലും ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണവർ. എന്നും രാവിലെ എഴുന്നേൽക്കും, കുറച്ചുനേരം ധ്യാനിക്കും, പിന്നീട് നടത്തം, അത് കഴിഞ്ഞ് യോഗ. ഇങ്ങനെയാണ് ദ്രൗപദി മുർമുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഭർത്താവ് ശ്യാം ചരൺ മുർമുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് മുർമു മാറി നിന്നില്ല. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമടക്കം 3 മക്കളായിരുന്നു. എന്നാൽ 2009 ദുരൂഹ സാഹചര്യത്തിലാണ് അവരുടെ മൂത്ത മകൻ മരിച്ചത്. ആ വേദനയകലും മുൻപേ 3 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകൻ റോഡ് അപകടത്തിൽ മരിച്ചു. അടുത്ത കാലത്താണ് ഭർത്താവിനെ നഷ്ടമായത്. ഹൃദയാഘാതമായിരുന്നു. ദ്രൗപദി മുർമുവിൻ്റെ മകൾ ഇതിശ്രീ ഒഡീഷയിൽ ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. BJP നേതാവായി ഒഡീഷയിലെ മയൂർഭഞ്ച് എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവികസിതമായ ഗ്രാമങ്ങളിൽ നിന്നും ഈ പദവിയിലേക്കെത്തുക എളുപ്പമായിരുന്നില്ല മുർമുവിന്. ഇതിന് വിവിധ തലങ്ങളിൽ അവർ അലങ്കരിച്ച പദവികളുടെ ഉത്തരവാദിത്തങ്ങളിൽ നേടിയെടുത്ത കരുത്തിൽ നിന്നുകൂടിയാണ്. 1997 കൗൺസിലറായാണ് രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും തുടക്കം. പിന്നീട് റായ് റംഗ്പൂർ NACയുടെ വൈസ് ചെയർപേഴ്സൺ, BJP ടിക്കറ്റിൽ 2000-ലും 2009-ലും 2 തവണ റായ് റംഗ്പൂർ MLA എന്നീ പദവികൾ ഇതിന് ചവിട്ടുപടികളായി. 2000-ൽ അധികാരത്തിലെത്തിയ BJD ഒഡീഷ സർക്കാരിൽ ഗതാഗതം, വാണിജ്യം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2013 മുതൽ 2015 വരെ ST മോർച്ചയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു. 2015-ലാണ് ജാർഖണ്ഡിലെ ആദ്യ വനിത ഗവർണറായത്. ഇന്ന് സാധാരണക്കാരിൽ നിന്നും പ്രസിഡന്റായി.